അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധമായ റമളാനിൻ്റെ എല്ലാ മഹത്വങ്ങളും അംഗീകരിക്കുകയും പ്രത്യേകമായ രീതിയിലുള്ള ആരാധനാ കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കുകയും ചെയ്യുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സുവർണാവസരമാണ് വിശുദ്ധമായ റമളാൻ്റെ ഈ ഒരു മാസക്കാലം. ഇഷ്ടംപോലെ വാരിക്കോരി ആഖിറത്തിലേക്കുള്ള അമലുകൾ ഉണ്ടാക്കുന്നതിന്, ഭക്ഷണം ഉണ്ടാക്കുന്നതിന് ഇതുപോലെ പറ്റിയ മറ്റു മാസങ്ങളില്ല എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിൽ രണ്ടഭിപ്രായമില്ല. എന്നാൽ വിശുദ്ധമായ റമളാനിൽ നോമ്പ് നോൽക്കാൻ പല ആളുകളും പല രീതിയിലും ജീവിക്കുന്ന ആളുകളാണ്. കാർഷിക മേഖലയിൽ ജീവിക്കുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ മറ്റ് തൊഴിലെടുത്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഈ വിശുദ്ധമായ റമളാനിൽ നോമ്പ് നോറ്റുകൊണ്ട് പണിയെടുക്കുന്നവരാണ് അധികവുമുള്ളത്. ഉച്ചവരെ പാടത്ത് പണിയെടുക്കുന്ന അധ്വാനിക്കുന്ന ആളുകളെ നമുക്ക് പരിചയമുണ്ട്. അവർ ഉച്ചവരെ പണിയെടുത്തുകൊണ്ടാണ് ക്ഷീണിച്ച് പരവശരായി ളുഹർ നമസ്കാരം നിർവഹണം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നുകൊണ്ട് വിശ്രമിക്കുന്നത്. അവർ നോമ്പ് വിട്ടുകൊണ്ടൊരു കളി അവർക്കില്ല എന്നർത്ഥം. കാരണം അത്ര വലിയ മഹാത്മ്യമാണ് വിശുദ്ധമായ റമളാനുള്ളത്, അത്ര വലിയ മഹത്വമാണ് ഇവരൊക്കെ വിശുദ്ധമായ റമളാൻ നൽകുന്നത്. അത്ര പണിയെടുത്ത് ശരീരത്തിലെ വെള്ളം മുഴുവനും ഒഴുകിപ്പോയാലും ശരീരത്തിലെ വിയർപ്പുകൾക്കൊക്കെ മഞ്ഞക്കളറായി മാറിയാൽ പോലും അവർ നോമ്പ് മുറിക്കാതെ അതിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ്. എന്നാൽ ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് നോമ്പ് മുറിക്കാതെ ബുദ്ധിമുട്ടി നോമ്പ് നോൽക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇവിടെയുണ്ട്. എല്ലാവരും ഒരേപോലെയുള്ള പണിക്കാരാവില്ല. പല ജോലികളും ശക്തമായ ചൂടേറ്റുകൊണ്ട് പട്ടാപ്പകൽ സൂര്യൻ്റെ ചോട്ടിൽ നിന്നുകൊണ്ട് അധ്വാനിക്കുന്ന കുറേ ആളുകളുണ്ട്. ആ ആളുകൾക്കൊക്കെ നോമ്പ് നോക്കേണ്ടവരല്ലേ? അവർക്ക് നോമ്പ് നോൽക്കാൻ നിർബന്ധമുണ്ടോ? ഈ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം കാർഷിക മേഖലകളും അതുപോലെ മറ്റുള്ള മേഖലകളൊക്കെ ഇഷ്ടംപോലെ ചുമട്ട് തൊഴിലാളികളുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള പല ജോലികളും ചെയ്യുന്ന ആളുകളുണ്ട്. ഇവർക്കൊക്കെ നോമ്പുകാരായിക്കൊണ്ടുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം വലിയതാണ്. അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇങ്ങനെ അധ്വാനിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും അളവുകളുണ്ടോ? അവർക്ക് അളവുകളുണ്ട്. ആ അളവുകൾ എന്താണ് എന്ന് ചോദിച്ചാൽ അവർക്ക് നോമ്പ് മുറിക്കാവുന്നതാണ് എന്നതാണ് അളവ്. നോമ്പ് നോക്കാതെ തൊഴിലിന് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് പറ്റില്ല എന്നുമാണ് ഇസ്ലാമിക നിയമം. മഹാനായ ഇമാം മദ്റുഇ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഫത്വ നൽകുന്നുണ്ട്, ബിഅന്നഹു യൽസമുൽ ഹസ്സാദീന വനഹവിഹിം തബിയത്തുൻ നിയ്യ. പാടത്ത് പണിയെടുക്കുന്ന കൊയ്ത്ത് മേഖലകളും അതുപോലെ മറ്റുള്ള ആളുകളൊക്കെ പണിയെടുക്കുന്ന ചുരുക്കത്തിൽ സൂര്യൻ്റെ ആ താപമേറ്റ് പണിയെടുക്കുന്ന പ്രയാസപ്പെടുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യണം? വഫ്തല്ലദ്റോയിവനുൽ ഹസാദിൻ വനഹവിയും തബിയത്തുന്നിയ. നാളെ രാവിലെ എനിക്ക് പണിക്ക് വേണ്ടി പോകാനുണ്ട്, ശക്തമായ പണിയാണ്, പ്രയാസമുണ്ട് എന്നൊക്കെ അറിയാം. എന്നാലും ഇങ്ങനെയുള്ള ആളുകൾ രാത്രിയിൽ നിയ്യത്ത് ചെയ്യണം. ഞാൻ നാളെ നോമ്പ് നോൽക്കുന്നു എന്നുള്ള നിയ്യത്ത് ചെയ്തത് കൊണ്ട് തന്നെയാവണം നേരം പുലരേണ്ടത്. എന്നിട്ട് എല്ലാ രാത്രിയിലും ഇങ്ങനെ നിയ്യത്ത് ചെയ്യുകയും സുമ്മൻ ലഹിഖ മിൻഹും മശഖാത്തുൻ ഷദീദ അഫ്തറ, എന്നിട്ട് നോമ്പുകാരായി അവർ പോവുകയും പണിയെടുക്കുകയും ചെയ്ത് പണിയെടുത്ത് വളരെ പരവശരായി ക്ഷീണിച്ച് ഇനി രക്ഷയില്ല, എനിക്ക് തളർച്ച വരും, എനിക്ക് എൻ്റെ ജീവൻ അപകടത്തിലാകുമെന്ന് കാണുമ്പോൾ അവർ നോമ്പ് മുറിക്കാവുന്നതാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇത് എല്ലാവർക്കും ബാധകമാണ്. വിശുദ്ധമായ റമളാനിൽ സ്വന്തം വീട്ടിലിരുന്നാൽ ഭാര്യ മക്കൾ പട്ടിണി കിടക്കുമെന്നുള്ള പൂർണ്ണമായ ബോധ്യമുണ്ട്. വീട്ടിലിരിക്കണം എന്ന് പറയില്ല. വീട്ടിലിരിക്കണം, നീ പണിക്ക് പോകരുത് എന്ന് ഇസ്ലാം നിർദ്ദേശിക്കില്ല, ഇസ്ലാം കൽപ്പിക്കില്ല. കാരണം ഇസ്ലാം അങ്ങനെ കൽപ്പിക്കുന്നതല്ലല്ലോ, പ്രയാസപ്പെടുത്തുന്നതല്ലല്ലോ, പട്ടിണി കിടക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ നിർബന്ധിപ്പിക്കുന്നില്ലല്ലോ. നോമ്പ് നോൽക്കുന്ന ആളുകൾക്ക് നോമ്പ് നോൽക്കാൻ അതിന് അർഹതപ്പെട്ട ആളുകൾ അവർ നോമ്പ് നോൽക്കണം. നോമ്പ് നോറ്റുകൊണ്ട് പണിക്ക് പോകണം. പണിക്ക് പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും ക്ഷീണമോ പ്രയാസമോ വരികയാണെങ്കിൽ അവർക്ക് അവിടെ നോമ്പ് മുറിക്കാവുന്നതാണ്. ഇത് എല്ലാ മേഖലയിലും പണിയെടുക്കുന്ന ആളുകൾക്കുള്ള ഇസ്ലാമിൻ്റെ വിശാലമായ കാഴ്ചപ്പാടാണിത്. എന്നിട്ട് പിന്നീട് മറ്റൊരു ദിവസം അവർക്ക് നോറ്റ് വീട്ടാവുന്നതാണ്. നോമ്പ് മുറിക്കാം, യാതൊരു പ്രശ്നവുമില്ല. ഇങ്ങനെ ക്ഷീണിച്ച് പരവശരായാൽ തന്നെയുമല്ല, വ തഹവുഫി ഹലാക്കിൻ ബിസ്സൗമി മിന്നത്തിൻ വ ജോയിൻ. മഹാന്മാർ പറയുന്നുണ്ട്, നോമ്പ് മുറിക്കാൻ പറ്റുന്ന അനവധിയമായ സന്ദർഭങ്ങൾ. വ തഹവുഫി ഹലാക്കിൻ ബിസ്സൗമി, നോമ്പ് കൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടിച്ചു പോയി. അതായത് ദാഹവും വിശപ്പും ഒക്കെ ആധിക്യം, അതിൻ്റെയൊക്കെ പ്രയാസവും ബുദ്ധിമുട്ടും ക്ഷീണവും തളർച്ചയുമൊക്കെ വന്ന് നോമ്പ് കാരണമായി വല്ലാതെ പ്രയാസപ്പെടുമ്പോൾ അവർക്ക് നോമ്പ് മുറിക്കാവുന്നതാണ്.
അല്ലാത്ത രീതിയിൽ നാളെ എനിക്ക് ജോലിയുണ്ട്, കുറച്ച് പ്രയാസമുള്ള പണിയാണ്, അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ ഭക്ഷണം കഴിച്ച് അങ്ങോട്ട് പോകട്ടെ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കാതെ രാത്രിയെന്നും നിയ്യത്ത് ചെയ്ത് പണിക്ക് പോവുക. അത് എത്ര പ്രയാസമുള്ള പണിയാണെങ്കിലും നോമ്പുകാരായി പോവുകയും എന്നിട്ട് അതിന് പറ്റാത്ത അവസ്ഥയാണ്, ഒരുപക്ഷെ കഴിയുന്ന ആളുകളുണ്ടാവാം, പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നോമ്പ് മുറിക്കാവുന്നതാണ്, അവർക്ക് ഭക്ഷണം കഴിക്കാവുന്നതാണ്, അവർക്ക് വെള്ളം കുടിക്കാവുന്നതാണ്. ഇങ്ങനെയാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. മഹാന്മാരായ പണ്ഡിതന്മാർ ആരെയും പ്രയാസപ്പെടുത്തുന്ന രീതി ഇസ്ലാമിൽ നമുക്ക് കാണില്ല. ഇങ്ങനെയുള്ള അധ്വാനിക്കുന്ന ഓരോ ജനവിഭാഗത്തിനും അവർക്ക് അവരുടേതായ രീതിയിൽ കഴിവിൻ്റെ പരമാവധി നോമ്പ് നോൽക്കാവുന്നതാണ്, അല്ലെങ്കിൽ അവർക്ക് നോമ്പ് മുറിക്കാവുന്നതാണ്. ഇസ്ലാം അവരോട് കർശനമായ രീതിയിൽ നോമ്പ് നോൽക്കണമെന്ന് പറയില്ല എന്ന് നമുക്ക് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരികയാണ്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ റമളാൻ്റെ മഹത്വം കണക്കിലെടുത്ത് അതിൻ്റെ പവിത്ര കളങ്കം പറ്റാത്ത രീതിയിൽ നല്ല രീതിയിൽ നോമ്പ് നോക്കാനും ഈ മാസത്തെ സ്വീകരിക്കാനും തൗഫീഖ് നൽകട്ടെ. സർവശക്തനായ അല്ലാഹു ദീന് പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ റബ്ബി സിദ്നി ഇൽമൻ നാഫിഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.